എത്തിച്ചിരിക്കുന്നത് 102 അംഗ ഭൂരിപക്ഷം എന്ന് പറയുന്നത് സമകാലീന ചരിത്രത്തിൽ ഇല്ലാത്തതായിരുന്നു. അപ്പോൾ ആ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഒരു സർക്കാർ കേരളത്തിലുണ്ടാകും, UDFന്റെ സർക്കാർ. ആ സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. മുഖ്യമന്ത്രിയായി പാർട്ടി ഹൈക്കമാൻഡ് നിയമിച്ച ശ്രീ VD സതീശനെ അങ്ങേയറ്റം ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം. അത്തരം കാര്യങ്ങൾക്കൊന്നും ഇനി പ്രസക്തിയില്ല. ഞാൻ നിങ്ങൾ ആദ്യമേ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഡൽഹിയിലെ പത്രക്കാർ നിങ്ങളിവിടെ വന്ന് ചോദിച്ചപ്പോഴൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. തീരുമാനം എന്തായാലും പാർട്ടി പ്രവർത്തക നിലയിൽ അത് ശിരസാ വഹിക്കും. ഇതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് വരെ വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് എന്റെ ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് ഇന്ന് തീരുമാനിച്ചു. ആ തീരുമാനം ശിരസാ വഹിക്കുന്നു. ആ തീരുമാനം നടപ്പിലാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെന്താ സംശയം? എന്താ സംശയം? ഞാൻ അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. ജീവിതത്തിൽ ഞാൻ പറയാറുണ്ട്, മുമ്പേ പറയാറുണ്ട്, എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാറുണ്ട്, ത്രിവർണ്ണ പതാക പുതപ്പിച്ച് മരിക്കണം എന്നാണ് ആഗ്രഹം. അത് തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു. അതിനകത്ത് ഗവൺമെന്റിന് എല്ലാവിധ പിന്തുണയും കൊടുക്കും. അത് മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ സഹായങ്ങളും എന്റെ ഭാഗത്തുണ്ടാവും. മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കുന്നത് സ്വാഭാവിക നീതിയുടെ നിഷേധമല്ല. അല്ല, അത്തരം പ്രശ്നങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു, ഇത് പല സംസ്ഥാനങ്ങളിലും ഇത്തരം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്കറിയാലോ, കർണാടകത്തിലായാലും തെലങ്കാനയിലായാലും ഹിമാചലിലായാലും ഇത്തരം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നവരാണ്. കേരളമായതുകൊണ്ടാണ് ഞാൻ പ്രഖ്യാപനത്തിൽ മാറിയുന്നത്. അപ്പോൾ ആ പ്രഖ്യാപനത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അത് നേതൃത്വം എല്ലാ വശങ്ങളും ആലോചിച്ചിട്ടായിരിക്കും തീരുമാനമെടുത്തിട്ടുണ്ടാവുക. നേതൃത്വത്തിന് പല പാരാമീറ്റേഴ്സും ഉണ്ടാവും തീരുമാനമെടുക്കാൻ. ആ തീരുമാനം എടുക്കുന്നതനുസരിച്ച് അവർ ആ തീരുമാനമെടുത്തു. അല്ല, ആ തീരുമാനം അനുസരിച്ചിട്ട് അവർ തീരുമാനമെടുക്കും എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ എടുത്തിരിക്കുന്നത്. അതൊന്നും ഉണ്ടാകാൻ പോണില്ല. കോൺഗ്രസിനെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആർക്കും പറ്റത്തുമില്ല. ഇത്